ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1954 മുതൽ 2026 വരെ. പൊതുവിജ്ഞാനത്തിനും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെ സംബന്ധിച്ച് അടിസ്ഥാന വിവരം ലഭിക്കുന്നതിന് ഇതൊരു സ്റ്റഡി റെഫറൻസായി ഉപയോഗിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര പുരസ്കാരങ്ങളിലൊന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അഥവാ നാഷണൽ ഫിലിം അവാർഡ്സ്. ഇത് ആരംഭിച്ച വർഷം 1954. ആദ്യകാലത്ത് ഇത് സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ ഫിലിംസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് നാഷണൽ ഫിലിം അവാർഡ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. മിർസ ഗാലിബ് എന്ന ഹിന്ദി ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള പ്രസിഡൻസ് ഗോൾഡ് മെഡൽ ലഭിച്ചു. അതായിരുന്നു ഇന്ത്യയുടെ ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം. ആദ്യകാലത്ത് പുരസ്കാരങ്ങൾ പ്രധാനമായും ചിത്രങ്ങൾക്കായിരുന്നു നൽകിയിരുന്നത്. മികച്ച നടൻ, മികച്ച നടി എന്നീ വ്യക്തിഗത അഭിനയ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത് 1967 മുതലാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യ നടൻ ഉത്തം കുമാറാണ് 1967. ആദ്യ മികച്ച നടി നർഗീസ് ദത്ത് 1967. മികച്ച നടനും മികച്ച നടിക്കും നൽകിയിരുന്ന പുരസ്കാരങ്ങൾക്ക് ആദ്യകാലത്ത് പ്രത്യേക പേരുകളുണ്ടായിരുന്നു. മികച്ച നടനുള്ള പുരസ്കാരം ഭരത് അവാർഡ് എന്നും മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശി അവാർഡ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. 1975 മുതൽ ഈ രണ്ട് പുരസ്കാരങ്ങളും രജത് കമൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരസ്കാരം പ്രധാനമായും മികച്ച ചിത്രം, മികച്ച ജനപ്രിയ ചിത്രം, മികച്ച സംവിധായകൻ തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾക്ക് നൽകുന്ന ബഹുമതിയാണ് സ്വർണ്ണ കമൽ. മികച്ച നടൻ, മികച്ച നടി, സഹനടൻ, സഹനടി, സംഗീത സംവിധാനം, ഗാനരചന, പിന്നണി ഗായകൻ അല്ലെങ്കിൽ ഗായിക, തിരക്കഥ, ഛായാഗ്രഹണം, എഡിറ്റിംഗ് തുടങ്ങിയ വ്യക്തിഗതവും സാങ്കേതികവുമായ ഭൂരിഭാഗം വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾക്ക് നൽകുന്നതാണ് രജത് കമൽ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ജീവിതകാല സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും ഉയർന്ന ദേശീയ ചലച്ചിത്ര ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രധാനമായും 3 വിഭാഗങ്ങളിലാണ് പെടുന്നത്. ഒന്നാമത്തേത് ഫീച്ചർ ഫിലിംസ്. മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ, സഹനടൻ, സഹനടി, സംഗീത സംവിധാനം, ഗാനരചന, പിന്നണി ഗാനം, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, തിരക്കഥ, വസ്ത്രാലങ്കാരം, നൃത്ത സംവിധാനം, മികച്ച പ്രാദേശിക ഭാഷാ ചിത്രങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ വിഭാഗം നോൺ ഫീച്ചർ ഫിലിംസാണ്. ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ, ഹ്രസ്വ ചിത്രങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങൾ ഇതിലാണ് ഉൾപ്പെടുന്നത്. മൂന്നാമത്തേത് സിനിമയെക്കുറിച്ചുള്ള മികച്ച എഴുത്തിനാണ്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം, മികച്ച ചലച്ചിത്ര നിരൂപണം തുടങ്ങിയ വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ ഭരണ ചുമതല 2021 വരെ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസിനായിരുന്നു. നിലവിൽ ഈ ചുമതല നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് ആണ് നിർവഹിക്കുന്നത്. ഇത് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. ഫീച്ചർ, നോൺ ഫീച്ചർ വിഭാഗങ്ങളിലെ ചിത്രങ്ങൾ വിദഗ്ധ ജൂറി പരിശോധിക്കുകയും അവരുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. ജൂറിയുടെ ഘടനയും അംഗങ്ങളുടെ എണ്ണവും വർഷം തോറും മാറാം. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് നടക്കുന്നത്. സാധാരണയായി രാഷ്ട്രപതിയാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കാറുള്ളത്. എന്നാൽ ചില വർഷങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റു പ്രമുഖരും അവാർഡ് സമ്മാനിക്കാറുണ്ട്. ശ്രദ്ധേയമായ റെക്കോർഡുകൾ. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി അമിതാഭ് ബച്ചൻ 4 തവണ. 2026 ജൂലൈ മാസം 18 72ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര അവാർഡ് പ്രഖ്യാപനം വന്നതിന് ശേഷം മമ്മൂട്ടിയും
ആ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. അപ്പോൾ ഇതോടുകൂടി മമ്മൂട്ടി 4 തവണ മികച്ച നടനുള്ള അവാർഡ് വാങ്ങിക്കുന്ന വ്യക്തി കൂടിയാകുകയാണ്. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ഷബാന ആസ്മിയാണ്, 5 തവണ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള നടൻ PJ ആൻ്റണിയാണ്, ചിത്രം നിർമാല്യം. ആദ്യ മലയാള നടി ശാരദ, ചിത്രം തുലാഭാരം. ശാരദ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം 3 തവണ കരസ്ഥമാക്കിയിട്ടുണ്ട്. 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മറ്റു 2 പേരാണ് കമൽഹാസനും അജയ് ദേവ്ഗണ്ണും. മറ്റൊരു പ്രധാന കാര്യം, 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് ഇപ്പോഴത്തെ ഈ അവാർഡിന് പരിഗണിച്ചത്. ഇനി നമുക്കിതിൻ്റെ ലക്ഷ്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. 1954 മുതൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ സിനിമയിലെ മികച്ച കലാസൃഷ്ടികളെയും കലാകാരന്മാരെയും ആദരിക്കുക എന്നതാണ്. കാലക്രമത്തിൽ പുരസ്കാര വിഭാഗങ്ങൾ, ജൂറി സംവിധാനം, ഭരണ ചുമതലകൾ, ചട്ടങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമയുടെ വളർച്ചയും വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ബഹുമതികളിലൊന്നായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം തുടരുന്നു.